ഹായ് ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് മെയ്സ് എങ്ങനെ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. രാവണക്കോട്ട എന്നൊക്കെ പറയില്ലേ, കുട്ടികൾ കളിക്കുന്നതൊക്കെ കണ്ടിട്ടില്ലേ. അപ്പോൾ അത് നമുക്ക് വീട്ടിലെങ്ങനെ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കുക എന്നുള്ളതാണ് കാണിക്കുന്നത്. അപ്പോൾ അതിനായിട്ട് നമുക്ക് വേണ്ടത് ഒരു റെക്റ്റാങ്കുലർ ബോക്സും പിന്നെ കുറച്ച് സ്ട്രോ, ഉപയോഗിക്കാത്ത നല്ല പുതിയ സ്ട്രോ തന്നെ ഉപയോഗിക്കാൻ നോക്കുക. അപ്പോൾ ഈ ബോക്സ് എന്ന് പറയുന്നത് ഇതെനിക്ക് ഡേറ്റ്സ് വാങ്ങിച്ചപ്പോൾ, ഈന്തപ്പഴം വാങ്ങിച്ചപ്പോൾ കിട്ടിയ ബോക്സാണ്. ഇത് തന്നെ വേണം എന്നൊന്നുമില്ല. നിങ്ങൾക്കിപ്പോൾ ഷർട്ടൊക്കെ വാങ്ങിക്കുമ്പോൾ ഒരു ബോക്സ് കിട്ടില്ലേ, അതായാലും മതിയാവും. ഏതായാലും ഒരു ബോക്സ് തന്നെ വേണം. അപ്പോൾ അതിൽ ഇത് തെർമോക്കോൾ ബോക്സാണ് എൻ്റെ കയ്യിലിരിക്കുന്നത്. അപ്പോൾ അതിൽ ഞാൻ ഫെവിക്കോൾ ഉപയോഗിച്ച് ഒരു ചാർട്ട് പേപ്പർ, ഒരു യെല്ലോ കളർ ചാർട്ട് പേപ്പർ വെച്ച് ഞാൻ അത് സ്റ്റിക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഉള്ളത് സ്ട്രോ എന്ന് പറയുന്നത് എൻ്റെ കയ്യിൽ നോർമൽ സ്ട്രോ എനിക്ക് കിട്ടിയില്ല, ഈ ബെൻഡിങ് ഉള്ള സ്ട്രോ ആണ് എനിക്ക് കിട്ടിയത്. അപ്പോൾ ഏതായാലും സാരമില്ല, അതിൽ നമുക്ക് ഈ വളഞ്ഞിരിക്കുന്ന ഭാഗം അത് അത്രയും കട്ട് ചെയ്ത് കളയാം. എന്നിട്ട് നല്ല സ്ട്രെയിറ്റ് ആയിട്ടുള്ള സ്ട്രോ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ കുറച്ച് സ്ട്രോസ് അങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് മെയ്സ് തയ്യാറാക്കാം. അപ്പോൾ അതിനായിട്ട് നമുക്കൊരു പാറ്റേൺ തയ്യാറാക്കണം. അതിന് വേണ്ടിയിട്ട് നിങ്ങളൊരു നോട്ട്ബുക്കിലോ അല്ലെങ്കിൽ പേപ്പറിലോ ഒരു പാറ്റേൺ നിങ്ങൾ വരച്ച് വയ്ക്കുക. ആദ്യമേ ജസ്റ്റ് ഒന്ന് വരച്ച് വെക്കുക, റഫായിട്ട് വരച്ച് വയ്ക്കുക. ഇതിപ്പോൾ വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടില്ല. അപ്പോൾ ഞാനൊരു പാറ്റേൺ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നോക്കിയിട്ടാണ് ഞാനിപ്പോൾ ചെയ്യുന്നത്. അപ്പം ആ പിക്ചർ നോക്കിയിട്ട് ഓരോ സ്ട്രോ എടുത്തിട്ട് ഒട്ടിച്ച് വെക്കുക. അപ്പോൾ ഞാനിവിടെ ഡിഫറെൻറ്റ് കളേഴ്സിലുള്ള സ്ട്രോയാണ് എടുത്തിട്ടുള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരേ കളറുള്ള സ്ട്രോ എടുത്താലും മതി, കുഴപ്പമൊന്നുമില്ല. അങ്ങനെ ഞാൻ ആ പിക്ചർ നോക്കിയിട്ട് ഓരോന്നും ഒട്ടിച്ചൊട്ടിച്ച് വരികയാണ്. ഇവിടെ ആദ്യം ഞാൻ പറയാൻ വിട്ടുപോയൊരു കാര്യം എന്ന് പറയുന്നത്, യെല്ലോ കളർ എന്ന് പറയുന്നത് ചാർട്ട് പേപ്പറാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ ഇത് എൻ്റെ കയ്യിലുള്ളത് തെർമോക്കോൾ ആയതുകൊണ്ട് തന്നെ നമ്മൾ ഫെവിക്കോൾ വെച്ച് മാത്രമേ ഒട്ടിക്കാൻ പാടുള്ളൂ. അതല്ലാതെ മറ്റേ ഗ്ലൂ ഗണ്ണോ അല്ലെങ്കിൽ ഫെവിക്വിക്കോ അല്ലെങ്കിൽ ക്വിക്ക് ഫിക്സ് എന്നൊക്കെ പറയുന്ന പോലത്തെയുള്ള ഗ്ലൂ ഒന്നും ഉപയോഗിക്കാതിരിക്കുക. കാരണം തെർമോക്കോൾ ആയതുകൊണ്ട് തന്നെ ഉരുകി പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ ചാർട്ട് പേപ്പർ ആയാലും ശരി തന്നെ സ്ട്രോ ഒട്ടിക്കാൻ ഉപയോഗിക്കുന്നതും എല്ലാം ഫെവിക്കോൾ തന്നെയാണ്. അതാണ് നല്ലത്, മറ്റേത് ഉപയോഗിക്കാതിരിക്കാൻ ശ്രദ്ധിക്കാം. അപ്പോൾ എപ്പോഴും എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ തന്നെ എൻ്റെ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ, ഉപകാരപ്പെടുന്നുണ്ടെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന കുഞ്ഞു ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് അതിൽ ഓൾ ക്ലിക്ക് ചെയ്താൽ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും കേട്ടോ. അപ്പോൾ ഞാൻ മെയ്സിൻ്റെ പാറ്റേൺ എല്ലാം കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഞാൻ ഒരു ഗ്രീൻ കളർ മാർക്കർ വെച്ചിട്ട് ഇന്നും ഔട്ടും ഞാൻ മാർക്ക് ചെയ്തത് നിർബന്ധമില്ല. ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് മാത്രം വെറുതെ വരച്ചൊന്നേ ഉള്ളൂ. ഗ്രീൻ കളർ കൊണ്ട് ഇന്നും റെഡ് കളർ കൊണ്ട് ഔട്ടും ഞാൻ വരച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിത് കുറച്ച് നേരം ഉണങ്ങാനായിട്ട് വെക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഒരു ബോളാണ്. ഞാനിതൊരു സാധാ ബീഡ് എടുത്തിരിക്കണേ, ഈ മാലയിലൊക്കെ ഉള്ള മുത്തുണ്ടല്ലോ, അതാണ് എടുത്തിരിക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ മാർബിൾ ബോൾ ഉണ്ടെങ്കിൽ അതെടുത്താലും മതിയാവും. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ കളിക്കേണ്ടത്, അറിയാമല്ലോ. അപ്പോൾ നമ്മളുടെ മെയ്സ് ഇവിടെ റെഡിയായി. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാവരുമായിട്ട് ഷെയർ ചെയ്യുക. വാട്സപ്പിൽ ഫേസ്ബുക്കിലൊക്കെ ആയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ, താങ്ക് യു.